Hi friends, welcome back to Shikascafe. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു നാടൻ ബീഫ് കറിന്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. തട്ടുകടയിലെ ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ? അതിനൊരു കാരണമുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തട്ടുകട സ്റ്റൈൽ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു തട്ടുകട സ്റ്റൈലിലെ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫ് എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരല്പം നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കുക കേട്ടോ. അത് ഇനി ബീഫ് കറി ഉണ്ടാക്കാനായാലും ബിരിയാണിക്കായാലൊക്കെ നമ്മൾ നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കുമ്പോൾ ആ ഒരു കറി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ 1 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളകൊന്ന് ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബീഫിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ പിടിക്കും. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് എപ്പോഴും ബീഫൊക്കെ ഇതുപോലെ ഒന്ന് മസാല കൂട്ടിയിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബീഫ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. കുക്കറിലല്ല വേവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ബീഫൊക്കെ മസാല കൂട്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സമയം ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു 30 മിനിറ്റ് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ബീഫ് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബീഫിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെയായിട്ട് വേവിച്ചെടുക്കുന്നത്. 4 വിസിൽ വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷമാണ് ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഈ ഒരു ബീഫ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നൂല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ബീഫ് നല്ല ടേസ്റ്റുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുക്കർ വിസിലടിക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബീഫ് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ബീഫ് ഇതാ പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4 വിസിൽ മതിയാവും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പം ഇതിലേക്ക് ഒരു 2 സവാള ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസുള്ള സവാള എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സവാള നമുക്ക് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ നന്നായി വഴന്ന് വന്നാലുള്ളൂ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ടാവും. പിന്നെ നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫ് നമ്മൾ ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയും ബീഫൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ഒരു ബീഫിൻ്റെ ഗ്രേവിയും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റ് ആയി കിട്ടുള്ളൂ.
അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാപ്സിക്കം ആണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബീഫിലേക്ക് ഈ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി ഇതുപോലെ തന്നെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം തക്കാളിയും ഒരുപാട് കുക്കാവണ്ട കേട്ടോ. അത് നമുക്കൊരു ബീഫിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോൾ അതാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തക്കാളിയും ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു 3 മിനിറ്റും കൂടെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഒരുപാട് ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറി അല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള ബീഫ് കറിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മളൊരു ബീഫ് ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ മസാലയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതുപോലെ മല്ലിപ്പൊടിൻ്റെ അളവ് 2 ടേബിൾ സ്പൂണിന് പകരം 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബീഫ് കറി തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ തട്ടുകടയിലെ ഫുഡിൻ്റെ ടേസ്റ്റ് കൂടുന്നതിൻ്റെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ബീഫൊക്കെ കുറച്ച് നേരത്തെ തന്നെ അവർ കറിയാക്കി വെക്കുമല്ലോ. അപ്പോൾ ബീഫിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്താണല്ലോ നമുക്ക് അവരൊന്നും കൂടെ ചൂടാക്കിയിട്ട് തരുന്നത്. അതാണ് ഒന്ന് ടേസ്റ്റ് കൂടാനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ തട്ടുകടയിലെ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തട്ടുകട സ്റ്റൈൽ പഴംപൊരിയും അതുപോലെ ഇറച്ചിയും പോളിയാണ് കേട്ടോ. നമ്മളെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയണേ അതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തട്ടുകട സ്റ്റൈൽ പഴംപൊരിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്